ശ്രീ OK ഫാറൂഖ്, ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു BJP വളരുന്നത് അത് ഇത്തവണ ചിലപ്പോൾ LDF-നായിരിക്കും ദോഷമുണ്ടാക്കുക എന്ന്. അപ്പോൾ BJP എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളത് UDF-ന് സ്വതവേ നല്ല കാര്യമാണല്ലോ, സന്തോഷിക്കേണ്ട ഒരു കാര്യമായി മാറുകയും ചെയ്യും. പക്ഷേ അവിടെ മറ്റൊരു കാര്യമുണ്ട്, ഭരണവിരുദ്ധ വികാരം അത് ഭിന്നിച്ചു പോകുവാൻ ഇടയുണ്ടാകും എന്നുള്ള ഒരു ആശങ്ക കൂടി ഉണ്ടല്ലോ BJP-യുടെ ഈ പ്രചാരണം തകൃതിയായിട്ട് നടക്കുമ്പോൾ. കാരണം ഈ വിജയപ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ എങ്ങനെ വോട്ട് അത് എങ്ങോട്ട് പോകണം, ഭരണവിരുദ്ധ വികാരം എങ്ങോട്ട് തിരിക്കണം എന്നുള്ളൊരു ചിന്ത വരും. ഇത് UDF-നെ അലട്ടുന്നുണ്ടോ? മഞ്ജുഷേ, ആദ്യമായിട്ട് എനിക്ക് 2026 ഏറ്റവും വലിയൊരു തമാശയായിട്ടാണ് BJP-യുടെ മിഷൻ 40 സീറ്റ്സ് എന്നുള്ള അവരുടെ ഈ പ്രഖ്യാപനത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് അന്ന് അമിത്ഷാ അല്ല, വേറൊരു വ്യക്തി, പേര് സുരേന്ദ്രൻ എന്നാണ്. ആ സുരേന്ദ്രൻ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ 30 സീറ്റ് നേടാൻ പോവുകയാണ് എന്നും അങ്ങനെ 30 സീറ്റ് നേടിക്കഴിഞ്ഞാൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെ 1ാമത്തെ റൂമിൽ ഞങ്ങളൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പറഞ്ഞ BJP-യുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആകെ അവർക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ആ സീറ്റ് കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂടി നിങ്ങൾ ഇവിടെ വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു കാലത്തും BJP അധികാരത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സീറ്റിലേക്കോ എത്തില്ല എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യം, ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ സ്പ്ലിറ്റായി അത് BJP-യിലേക്കും UDF-ലേക്കും മാറാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുന്നു. അതിനുള്ള മറുപടി എനിക്ക് 2025 ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാണ് ഭരണവിരുദ്ധ വോട്ടുകൾ മുഴുവൻ അത് ലഭിച്ചിരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടെ BJP മാത്രമല്ല CJP എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന CPM-ന്റെ ഒരു പിന്തുണ പോലും ഇവിടെ BJP-ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം തൃശ്ശൂർ പൂരം മുഴുവൻ അലമ്പാക്കി മാറ്റാൻ എന്തിനാണ് ഇടതുപക്ഷ സർക്കാരും മുഖ്യമന്ത്രിയും ADGP-യും നിന്നുകൊടുത്തത് എന്നുള്ളത് എല്ലാവർക്കും, അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം. അത് BJP-ക്കുള്ള സഹായകരമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം CJP മുന്നണി ഉണ്ടായാൽ പോലും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം CJP-ക്കോ അല്ലെങ്കിൽ BJP-ക്കോ അതോടൊപ്പം തന്നെ LDF-നോ ഈ പ്രാവശ്യം അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നും ഞങ്ങൾ വളരെ വ്യക്തമായി 100% കോൺഫിഡൻറ്റോടുകൂടി പറയുന്നു. 100+ സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക തന്നെ ചെയ്യും എന്നുള്ളതിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. അത്തരം ഒരു സാഹചര്യം, ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ വിഷനുള്ള ഒരു UDF കഴിഞ്ഞ ദിവസമൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. കേരളത്തിൽ ഞങ്ങൾ വെറുതെ ഒരു പ്രകടന പത്രിക ഇറക്കുകയല്ല ചെയ്യുന്നത്. കേരളത്തിൽ നിലവിലുള്ള ഭരണം, ആ ഭരണത്തിൻ്റെ ഏറ്റവും മോശകരമായ മുന്നോട്ട് പോകുന്ന ഭരണത്തിൽ ഞങ്ങളൊരു ആൾട്ടർനേറ്റീവ് വികസന പരിപാടികളും സാമൂഹ്യക്ഷേമ പരിപാടികളും നടത്തി വളരെ ഇതുപോലെ ഒരു മുൻകൂട്ടി ഇത്രയും തയ്യാറെടുത്തും പോയ ഒരു കാലം UDF-ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻ്റ് ഉണ്ട്. ഞാൻ അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തെ ഞാൻ ചിരിയോട് കൂടിയിട്ടാണ് കാണുന്നത്. 2026 ഏറ്റവും വലിയ തമാശയാണ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ള BJP-യുടെ ഈ ആത്മവിശ്വാസം. അതിന് 2026 ഏറ്റവും വലിയ തമാശയായിട്ട് കാണുന്നത് UDF മാത്രമായിരിക്കുകയില്ല. ഇന്ന് LDF നേതാക്കളും അത് ആ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനൊരു പശ്ചാത്തലവുമുണ്ട്. കഴിഞ്ഞ തവണ ഇതേപോലത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു BJP-യുടെ ഭാഗത്ത് നിന്ന്. തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആശ്വസിക്കാൻ LDF-നും UDF-നും അവകാശമുണ്ട്. ആ ആശ്വാസമാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അതായത് BJP ഒരിക്കലും വരില്ല എന്നും BJP-യെ ഭയപ്പെടേണ്ടതില്ല എന്നും BJP വളരുന്നില്ല എന്നും LDF-ഉം UDF-ഉം അടിയുറച്ച് വിശ്വസിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. തീർച്ചയായിട്ടും അവരെങ്ങനെ അടിയുറച്ച് വിശ്വസിക്കട്ടെ.
ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ചിത്രം കുറെ കൂടി വ്യക്തമാണ്. അതായത് 30 പഞ്ചായത്തുകളിൽ ഭരണം നേടിക്കഴിഞ്ഞു, 79 പഞ്ചായത്തുകളിൽ 2ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു, ഒരു കോർപ്പറേഷനും 2 മുനിസിപ്പാലിറ്റിയും ഭരിക്കുന്നുണ്ട്, പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ BJP മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണാൻ കഴിയാതെ പോകുന്നത് LDFന്റെയും UDFന്റെയും ദൗർബല്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവർക്ക് ദൗർബല്യമല്ല, അതവരുടെ അഹങ്കാരമാണ്. ആ അഹങ്കാരം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. പക്ഷെ ഇവിടെ നേരത്തെ ശ്രീ ഗോപകുമാറും അതുപോലെ തന്നെ മോഹൻ വർഗീസും ഒക്കെ പ്രകടിപ്പിച്ച ഒരു ആശങ്ക, ഞാൻ അതേക്കുറിച്ചൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്ന് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികൾ ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നു, അന്ന് സാധിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ബ്രിട്ടീഷുകാരാണല്ലോ ഭരണത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ അവർ ചെയ്തത്? വളരെ പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് ദേശീയതയോടൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവർ തയ്യാറായി. ഇപ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ നോക്കൂ. ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ BJP ഭരണത്തിൽ അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷി എന്നുള്ള നിലയിൽ ഭരണത്തിലാണ്. മണിപ്പൂരാണല്ലോ വലിയ ബഹളം ഉണ്ടാക്കുന്ന സംസ്ഥാനം. 2 തവണ തുടർച്ചയായിട്ട് അവിടെ BJP സഖ്യം അധികാരത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷം BJPയോട് ചേരുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ പ്രത്യക്ഷമായ തെളിവിന്റെ ആവശ്യമില്ല. ശരി ഡോക്ടർ, അത് ശരിയാണ്. പക്ഷെ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പിണറായി സർക്കാരിനെ മാറ്റണമെന്ന് ക്രൈസ്തവ ന്യൂനപക്ഷം ഇവിടെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഏകദേശം ആ രീതിയിലാണല്ലോ പോകുന്നത്. അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മധ്യ കേരളത്തിലെ ഫലം വെച്ച് നോക്കിയാൽ അങ്ങനെ കരുതുകയും ചെയ്യാം, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. അത് പക്ഷെ BJPയിലേക്ക് ആ വോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒരു ഭരണമാറ്റത്തിന് അല്ല ഉതകുന്നത്, ഭരണ തുടർച്ചയിലേക്ക് പോകും എന്നുള്ള വിലയിരുത്തലിലൂടെ അവർ ഒരേ പക്ഷത്തേക്ക് തന്നെ വോട്ട് നൽകുവാൻ ആഗ്രഹിക്കുമല്ലോ. കൺസോൾട്ടേഷൻ എന്നാണല്ലോ നമ്മൾ അതിന് പറയുക. അതപ്പോൾ എന്തിന് BJP അധികാരത്തിലേക്ക് വരില്ല, എന്നാൽ UDFന് വോട്ട് ചെയ്താൽ മതിയല്ലോ, അവർ അധികാരത്തിൽ തിരിച്ചെത്തട്ടെ, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകും. അതാണ് ഒരു പ്രശ്നം. ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവില്ല. കാരണം ഈ UDFന്, അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് അധികാരം കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന് കേരളത്തിലെ ക്രൈസ്തവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം മുന്നോട്ട് വെക്കാം. എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ 44 സീറ്റ് കോൺഗ്രസിന്, 3 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടി. അവിടെ 3 സീറ്റ് കിട്ടിയ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊടുത്തു. എന്നാൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇതല്ല സംഭവിച്ചത്. 23 സീറ്റ് കോൺഗ്രസിനും ലീഗിനും 10 സീറ്റ് കോൺഗ്രസിനും കിട്ടിയപ്പോൾ അവിടെ പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലീഗ് എടുത്തു എന്ന് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ തന്നെ ലീഗ് കൈവശം വെച്ചു. കോൺഗ്രസിന് അവിടെ നാമമാത്രമായിട്ടുള്ള പരിഗണന മാത്രമാണ് കിട്ടിയത്. പരിഗണിച്ചില്ല എന്ന് ചോദിച്ചാൽ പരിഗണിച്ചു എന്ന് പറയാൻ മാത്രം. ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. മാത്രമല്ല, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.